ആലുവയിലുള്ള സെൻറ്റ് അഗസ്റ്റിൻ ഈ സെമിനാരിയുടെ ഈ വരാന്തയിലൂടെ ലിയോ 14 പാപ്പ നടന്നു പോയിട്ടുണ്ട്. അവരുടെ ഇവിടെ പഠിക്കുന്ന വൈദിക വിദ്യാർത്ഥികളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് അവരോട് സൗഹൃദ സംഭാഷണം നടത്തിക്കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ഒരു സെമിനാരിയിലാണ് സെക്കീന ന്യൂസ് ഇവിടെ നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ ആശ്രമത്തിലെ മെയിൻ പള്ളിയാണ്, ചാപ്പൽ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് 2004-ലും 2006-ലും പ്രാർത്ഥിച്ച പള്ളിയും ഈ നീലറിൽ തന്നെ ഇരുന്നിട്ടാണ് അദ്ദേഹം യാമപ്രാർത്ഥനകളും ഞങ്ങളോടൊപ്പം നിന്ന് പ്രാർത്ഥനകളിലേക്ക് ചെല്ലിയതും ഈ അൾത്താരയിൽ നിന്നുകൊണ്ടാണ് ബലിയർപ്പിച്ചതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ സന്തോഷമുള്ള അഭിമാനമുള്ള നിമിഷങ്ങളാണ് ഞങ്ങൾക്ക്. ഈ നമ്മുടെ പരിശുദ്ധ പിതാവ് ഇവിടെ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുകയും കുർബാന അർപ്പിക്കുകയും സഹോദര്യം പങ്കുവെക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കുവാനുള്ള അവസരം കിട്ടി എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് അഭിമാനത്തോടുകൂടെ ഞങ്ങൾ നോക്കുക. ഇവിടെ സന്ദർശിച്ച സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് സെമിനാരി. അപ്പോൾ ഞങ്ങളോട് സംസാരിച്ചതും സമയമൊക്കെ പങ്കുവെച്ചതും ഒത്തിരി സിമ്പിളായിട്ട് ഞങ്ങളോട് അപ്രോച്ച് ചെയ്തേക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. ഇതിലൂടെ നടക്കുകയും ഇവിടെ ഈ റൂമിലാണ് അദ്ദേഹം താമസിച്ചത്. ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പുതിയ മാർപ്പാപ്പ ലിയോ 14 22 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തിയിരുന്നു. അന്ന് 6 വൈദികർക്ക് പട്ടം കൊടുക്കുന്നതിൽ പങ്കെടുക്കാനായിട്ടാണ് അന്ന് ഫാദർ റോബർട്ട് ഫ്രാൻസിസ് എത്തിയത്. അതിൽ പട്ടം സ്വീകരിച്ച ഒരു വൈദികൻ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ആ പ്രിയപ്പെട്ട വൈദികനെ നമുക്ക് പരിചയപ്പെടാം. അച്ഛാ, പ്രസിദ്ധീകരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ജോൺ ബോസ്കോ, അഗസ്റ്റീനിയൻ സന്യാസം. അപ്പോൾ ഈ 22 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പ എത്തിയിരുന്നു. അത് ആ സംഭവം ഒന്ന് പറയാം. തീർച്ചയായിട്ടും ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ ദിനമാണ്. പ്രധാനമായിട്ടൊരു സമർപ്പിതനൊരു ഈശോയുടെ പുരോഹിതനായിട്ട് അവരോധിക്കപ്പെടുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ്. അതിനേക്കാൾ അതിനോടൊപ്പം അതുപോലെ തന്നെ അന്ന് ഞങ്ങളുടെ പൗരോഹിത്യ ദിനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അന്ന് ആ കാലഘട്ടങ്ങളിൽ ആഗോള അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൻ്റെ പ്രായോജകനായിരുന്ന റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലിയോ 14 പാപ്പയായിട്ട് അവരോധിക്കപ്പെട്ട പരിശുദ്ധ പിതാവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു അഭിമാനം തോന്നുന്നൊരു നിമിഷമായിട്ട് ഇപ്പോൾ അതിനെ അനുസ്മരിക്കുകയാണ്. ഞങ്ങൾ 6 പേരാണ് വിശുദ്ധ പൗരോഹിത്യം സ്വീകരിച്ചത്. അന്ന് ഭാഗ്യസ്മരണാർഹനായ ഡാനിയൽ ആചാര്യവൻപ പിതാവ് ആണ് ഞങ്ങളുടെ കൈവപ്പ് ശുശ്രൂഷ വഴിയാണ് ഞങ്ങൾ 6 പേര് വിശുദ്ധ പൗരോഹിത്യം സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട റോബർട്ട് റോയ് മാഞ്ഞിലിക്കാട്ടച്ചൻ, ബഹുമാനപ്പെട്ട ഷിജു വർഗീസ് കല്ലറക്കലച്ചൻ, ബഹുമാനപ്പെട്ട അലൂഷ്യസ് കൊച്ചിക്കാരൻ വീട്ടിലച്ചൻ, ബഹുമാനപ്പെട്ട ഡിബി പീറ്റർ അച്ഛൻ, ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ തോമസ് പുത്തൻ വീട്ടിലച്ചൻ. അങ്ങനെ ഞങ്ങൾ 6 പേരാണ് ഈശോയുടെ പുരോഹിതന്മാരായിട്ട് അവരോധിക്കപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഞങ്ങളുടെ തലയിൽ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഇപ്പോഴത്തെ ലിയോ പാപ്പ ഉണ്ടായി എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്നൊരു അനുഭവമാണ്. അതുപോലെ തന്നെ പാപ്പയുടെ ജീവിതത്തിലേക്ക് നമ്മൾ അറിയുമ്പോഴും ഞങ്ങൾ അന്ന് പ്രയർ ജനറലായിരിക്കുമ്പോഴും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളെല്ലാവരെയും കേൾക്കാനായിട്ട് ഉള്ളൊരു മനസ്സുണ്ടായിരുന്നു. ഇവിടെ വന്ന ഓരോ അച്ഛന്മാരെയും ബ്രദേഴ്സിനെയും വ്യക്തിപരമായിട്ട് കാണുകയും കേൾക്കുകയും പ്രത്യേകിച്ച് വളരെ കുറച്ച് സംസാരിച്ച് കൂടുതൽ കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പിതാവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം ഈ കാലഘട്ടത്തിന് യോജിച്ച ഒരു പരിശുദ്ധ പിതാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി അഗസ്റ്റീൻസ് നിലയ്ക്ക് ഞങ്ങൾക്ക് വലിയ അഭിമാനവും ഒപ്പം ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പരിശുദ്ധ സഭയെ നയിക്കുവാനായിട്ട് ദൈവം എല്ലാ നന്മകളും ആത്മാവിൻ്റെ അഭിഷേകം പരിശുദ്ധ പിതാവ് ലിയോ പാപ്പയ്ക്ക് കൊടുക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അന്ന് എത്ര ദിവസം പിതാവ് ഇവിടെ ഉണ്ടായിരുന്നു? അന്ന് ഏകദേശം ഒരു 2 ആഴ്ചയോളം പിതാവ് ഞങ്ങളുടെ പട്ടത്തിന് പാപ്പ അന്ന് ഞങ്ങളുടെ വികാർ ജനറലായിരുന്നു. അത് വന്നു. അതിനുശേഷം 2004 തൊട്ട് 2006 വരെ ഞാൻ റോമില് എന്റെ ലൈസൻഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തിയോളജിയിൽ. അപ്പോ ഇപ്പോഴത്തെ പാപ്പയുടെ ഒപ്പമാണ് ഞാൻ താമസിച്ചിരുന്നത്. വളരെ നല്ല മനുഷ്യനാണ്. സാധാരണക്കാരോട് പാവങ്ങളോട് ഒരുപാട് അനുകമ്പയുള്ള മനുഷ്യനാണ്. വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് പാപ്പ ഫ്രാൻസിസിനെ പോലെ.
അപ്പോ കത്തോലിക്ക സഭയ്ക്ക് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമാണ് അദ്ദേഹം പാപ്പയായിട്ട് ലഭിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വളരെ നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഞാൻ അദ്ദേഹവുമായിട്ട് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. കാര്യം ഞാൻ അഗസ്റ്റീനിയൻ സഭയുടെ ഡെലഗേറ്റ് സുപ്പീരിയർ ആയിരുന്നു. അപ്പൊ ഞാൻ റോമിൽ സന്ദർശിച്ചപ്പോൾ വീണ്ടും അദ്ദേഹമായിട്ട് കാണാൻ പറ്റി. അപ്പോ വളരെ നല്ല മനുഷ്യരാണ്. നമ്മുടെ ഇന്ത്യയോട് വളരെ സ്നേഹമുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും കുറെ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ സാധിക്കുന്ന ഒരു പാപ്പയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്ത്യ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പട്ടത്തിന് വേണ്ടി വന്ന സമയത്ത് ഇപ്പോൾ ഞാനോട് പിതാവാണ് ഇപ്പോൾ ഈ പറയുന്ന നടുക്ക് നിൽക്കുന്നത്. പുള്ളി ജനറൽ ആയതുകൊണ്ട് പുള്ളിയെ കൊണ്ടാണ് അന്ന് അച്ചാരിപറമ്പിൽ പിതാവായിരുന്നു ഇവിടെ ഇതിനു വേണ്ടി പട്ടം കൊടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ജനറൽ ആയിരുന്ന സമയത്തോട് ജനറൽ ആയതുകൊണ്ട് പുള്ളിയെ കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഗാർലൻഡ് ഇടാനായിട്ട് കൊടുക്കും. അപ്പോൾ പുള്ളി അത് ഇടാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ അടുത്ത് നിൽപ്പുണ്ട്, മറ്റേശം പരക്കെ നിൽപ്പുണ്ട്. ഇത് പുള്ളി അതിടുന്നു വരുന്നിട്ട്. അപ്പോൾ ഇത് കാത്തിരിക്കുന്ന ഫോട്ടോ തന്നെയാണ്. പിന്നെ അന്ന് കുറേ ഈ 6 പേരുടെ പട്ടമായതുകൊണ്ട് വലിയ പള്ളി വേണമല്ലോ. അപ്പോൾ വലിയ പള്ളിക്ക് വേണ്ടിയാണ് ഞങ്ങൾ അവിടെ അന്ന് ഈ സെൻറ്റ് ഫ്രാൻസിസ് സെൻറ്റ് സേവിയേഴ്സ് പള്ളിയാണ്, അത് കളത്തിരിക്കടവിലുള്ള പള്ളി, അവിടെ വെച്ചാണ് അത് നടത്തിയത്. അങ്ങനെയാണ് ഇത് ഞങ്ങളുടെ റീജിയണൽ വികാറായ അന്നായിരുന്ന റീജിയണൽ വികാർ ഫിലിപ്പൈൻസ് എന്ന്, സ്പാനിഷുകാരാണ് പക്ഷേ ഫിലിപ്പൈൻസ് എന്ന് വന്നാണ്. ഇതും അതിന് മുമ്പത്തെ റീജിയണൽ വികാറായിരുന്നു. പിന്നെ ഇതിപ്പോൾ കൈവെപ്പ് ഉണ്ട്, ഇത് എവിടെയൊക്കെയുണ്ട് താഴ്ത്തിറങ്ങിയിരിക്കണുണ്ട്. ശരിക്കും ഹോട്ടലിൽ പോലും അല്ല കയറിയിരിക്കണം, താഴ്ത്തിറങ്ങിയിരിക്കുന്നുണ്ട്. അത്ര ഇതാണ്. അദ്ദേഹം എൻകറേജുമായിരുന്നു. അപ്പോൾ അത് തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ശരിയാണ് കേട്ടോ. അന്ന് പേര് ചൊല്ലി വിളിക്കാനാണ് അത്രയും നല്ല മെമ്മറി പവറാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു പ്രാവശ്യം ഇപ്പോൾ കേട്ടാൽ മതി, പുള്ളി അത് വളരെ നന്നായിട്ട് ഓർത്തിരിക്കുമായിരുന്നു. ഇന്ത്യൻ അഗസ്റ്റിൻ സഭയുടെ റീജിയണൽ വികാറായ വിൽസൺ അച്ഛൻ്റെ കൂടെ പരിശുദ്ധ പിതാവ് ലിയോ 14 കാണാനായിട്ട് പോയ ഒരച്ഛനും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്, ഫാദർ ജസ്റ്റിൻ. അച്ഛാ, ഈ ഇടയ്ക്ക് പറ്റിയല്ലേ നിങ്ങൾ പിതാവിനെ കാണാനായിട്ട് പോയത്? കഴിഞ്ഞ ഫെബ്രുവരി ആദ്യം തൊട്ടുണ്ടായിരുന്നു. വത്തിക്കാനിൽ ചെന്നത് 21-ാം തീയതിയാണ്. ഒരു ദിവസം ഉച്ചയ്ക്ക്, ഞായറാഴ്ച ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണത്തിന് ചെന്നപ്പോഴാണ്. സമയത്ത് കാർഡിനലായിരുന്നു. അപ്പോൾ ചെന്ന് കണ്ടു, ഒരുപാട് സംസാരിച്ചു. അപ്പോൾ ഇതിനു മുമ്പ് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ വന്നതിൻ്റെ ഓർമ്മകളൊക്കെ ഒരുപാട് പങ്കുവെച്ചു. അന്ന് കാർഡിനൽ വന്ന സമയത്ത് അന്ന് ഞങ്ങൾ ജനറൽ അച്ഛനായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ ഏറ്റവും സന്തോഷത്തോടെ പങ്കുവെച്ചു. ഇപ്പോഴത്തെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. പിന്നെ ഈ വൈദികരെ പറ്റിയും അഗസ്ത്യൻ സഭയിൽ ഇപ്പോൾ എത്ര അച്ഛന്മാരുണ്ടെന്നും പിന്നെ ദൈവവിളി എപ്രകാരമാണെന്നൊക്കെ ഒരുപാട് വാചാലനാവുകയും ഏറെ സന്തോഷത്തോടെ സംസാരിച്ച ഒരു നല്ല അനുഭവം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിരുന്ന സമയത്ത് നമുക്ക് വിളമ്പിത്തരികയായിരുന്നു. ഏറ്റവും സന്തോഷത്തോടെ ഓരോ കാര്യങ്ങളും നമുക്ക് വിളമ്പിത്തരും. ഭക്ഷണം കഴിഞ്ഞ സമയത്ത് നമ്മുടെ പ്ലേറ്റ് വരെ അന്ന് കാർഡിനലായിരുന്നിട്ടുള്ള പ്രിവോസ്റ്റസിനെ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു പ്രചോദനമാണ്. ഇത്രയും എളിമയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അത് ഒരു കാണിക്കാൻ വേണ്ടി കാണിക്കുന്നത് അല്ല, മറിച്ച് അത്രത്തോളം വിനയം ഉള്ളൊരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. റീസെൻ്റായിട്ട് ഫെബ്രുവരിയിൽ പിതാവിനെ കാണുവാനുള്ള ഭാഗ്യമുണ്ടായി. ഞങ്ങളവിടെ ഔദ്യോഗിക കാര്യത്തിന് വേണ്ടി ചെന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങളിലേക്ക് സംസാരിച്ച് ഭക്ഷണം നമുക്ക് വിളമ്പിത്തരികയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ സൂചിപ്പിച്ച് 2006 ശേഷം പിന്നീട് പിതാവായി ഇങ്ങനെ പോയതുകൊണ്ട് പിന്നെ വരാൻ സാധിച്ചിട്ടില്ല, ഇന്ത്യയിലേക്ക് വരണം എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും വരാം, പക്ഷേ ഈ വർഷം എല്ലാം ബിസിയാണ്, അടുത്ത വർഷം ജനുവരിയിൽ വേണമെങ്കിൽ ഞാൻ വരാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് ആ സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ നോക്കാം. നിങ്ങൾ പട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അറേഞ്ച് ചെയ്താൽ മതി, ഞാൻ വരാം ഓർഡിനേഷൻ കൊടുക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ 2 ബ്രദേഴ്സിൻ്റെ പട്ടവും കാര്യങ്ങൾ ജനുവരിയിൽ അറേഞ്ച് ചെയ്യണമെന്ന് ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് പട്ടം കഴിഞ്ഞിട്ടില്ല, അടുത്ത വർഷം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇനി അതിനുള്ള സാധ്യത കുറവാണല്ലോ, കാരണം നമ്മളല്ല ഇനി തീരുമാനിക്കുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ തലവനും കൂടി ആയതുകൊണ്ട് പിന്നീട് കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണല്ലോ. ഈ ലിയോ എന്ന പേര് പിതാവ് എടുക്കാനായിട്ടുള്ള കാരണം എന്താണ്? എന്താണ് ഈ ലിയോ 14 ലിയോ മാർപ്പാപ്പമാരുടെ പ്രത്യേകത എന്തായിരുന്നു?
ഈ ലിയോ 13 നമുക്ക് ഏറ്റവും അവസാനമായിട്ടുള്ള മാർപ്പാപ്പയായിട്ടുള്ളത് ഈ ലിയോ നിഗളത്തിൽ. പക്ഷേ ലിയോ 13 കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സഭയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. 1878 മുതൽ 1903 വരെയുള്ളൊരു കാലഘട്ടമാണ്. അത് ഇപ്പോൾ 25 വർഷം മാർപ്പാപ്പയായിരുന്ന ആളാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ സഭയുടെ സോഷ്യൽ ടീച്ചിങ്സ് ഓഫ് ദ ചേർച്ച് എന്നുള്ളതിൽ ഇപ്പോൾ റേരും നൊവാരും എന്ന് പറയുന്ന ടീച്ചിങ്സ് വളരെ ഫേമസ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് തിയോളജി കാര്യം പഠിക്കുമ്പോഴും അത് പഠിക്കാതെ രക്ഷയില്ല. കാരണം വെച്ചാൽ അതിൽ പറയുന്ന ഒരു തൊഴിലാളികളുടെ റൈറ്റ്സ്, തൊഴിലാളികളുടെ റെസ്പോൺസിബിലിറ്റീസ്, എല്ലാ തൊഴിലാളികൾക്കും ഡിഗ്നിറ്റി, തൊഴിലിൻ്റെ ഡിഗ്നിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് സഭ ആധികാരികമായിട്ട് പറയുന്ന ഒരു ചാക്രികലേഖനമാണ്. അതുകൊണ്ടാണ് ഈ മാർപ്പാപ്പ ഇത്രയും ഫേമസ് ആയിട്ട് വരാൻ കാരണം. ഇപ്പോൾ ഉള്ള മാർപ്പാപ്പയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കണം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇദ്ദേഹത്തിനും പാവങ്ങളോട് ഭയങ്കര അതിയായ സ്നേഹവും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ മാർപ്പാപ്പ ആകുന്നതിന് മുമ്പ് മിഷനായ സമയത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും മിക്കവാറും അതേ ഒരു ഇത് തന്നെയായിരിക്കും. കാരണം അതോടൊപ്പം തന്നെ സഭാ നിയമങ്ങൾ, കാനൂൻ നിയമത്തോടൊക്കെ ഭയങ്കരമായ ഒരു ദൃഢമായ ഒരു കാഴ്ചപ്പാടും നിയമം പഠിച്ച ആളാണ്. ഈ കാനൂനോ പഠിച്ച ആളാണല്ലോ ഈ ഇപ്പോഴത്തെ മാർപ്പാപ്പയും കാനൂനോ പഠിച്ച ആളാണ്. പക്ഷേ എങ്കിലും നിയമത്തേക്കാൾ കൂടുതലായിട്ട് ഇവരെ ഓരോരുത്തരുടെയും റൈറ്റ് ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നൊക്കെ മനസ്സിലാക്കി തരണം. അതുകൊണ്ടാണ് പാവപ്പെട്ടവരോടുള്ള ആ ഒരു പ്രാതിനിധ്യം കൂടുതൽ കാണിക്കുന്നതും അവർക്ക് വേണ്ടി നിലകൊള്ളാൻ ശ്രമിക്കുന്നതും. ഇപ്പോൾ പെറുവിൽ അദ്ദേഹം ആയിരുന്ന മിഷൻ സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് അവിടുത്തെ ആളുകളുടെ ടോക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ജീവിപ്പിച്ച ഒരു പിതാവാണെന്നുള്ളത് ബിഷപ്പായിട്ട് മാറിയപ്പോഴും അതിനു മുമ്പും ഈ മിഷൻ പ്ലേസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഈ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലൊക്കെ അദ്ദേഹം വന്നു. ഏതൊരു പ്രളയം അവിടെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ സഹായിക്കാനായിട്ട് കൂടി വന്നു പറയാറുണ്ട്. അത് അവിടെ ഒരു സ്കൂളിന് മുമ്പിലേക്ക് നിന്നൊരു ഫോട്ടോ ഒക്കെ ഞങ്ങൾ കാണാറുണ്ട്. അതെന്തായിരുന്നു? അത് ശരിക്കും 2006 ഈ പായിരിക്കുന്ന മാർപ്പാപ്പ അന്ന് ജനറലായതുകൊണ്ട് ഇവിടെ ഒരു മീറ്റിംഗ് നടന്നു. ഞങ്ങളുടെ ഇപ്പോൾ ഈ ഹൗസിൽ വെച്ചൊരു അഗസ്റ്റീനിയൻ പസഫിക് ഒരു മീറ്റിംഗ് ആണ്. അതായത് 7 രാജ്യങ്ങൾ കൂടിയുള്ള അവരുടെ ഹെഡുകൾ കൂടിയുള്ള ഒരു മീറ്റിംഗ് ആണ്. അപ്പോൾ അത് ആ വർഷം 2006 നടന്നത് ഇവിടെ വെച്ചാണ്. ഈ സെൻറ്റ് അഗസ്റ്റിൻ സ്റ്റഡി ഹൗസ് ആയാലും വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം മീറ്റിംഗ് 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നാലോചിച്ചു. പിന്നെ അതിനുശേഷം ഇവർ പല സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ഹൗസുകൾ അപ്പം അന്ന് 2006 ഈ പൊള്ളാച്ചിയിലും അതുപോലെ തന്നെ തലപ്പുഴയും വയനാടും. അപ്പോൾ പൊള്ളാച്ചിയിൽ ഞങ്ങൾ ആരംഭിക്കുന്നത് 2006 ഒക്ടോബർ ആ സമയങ്ങളിലാണ്. ഡിസംബർ അങ്ങോട്ട് മാറുമ്പോഴാണ്, ഒക്ടോബർ മാത്രമാണ്. ഈ അവിടുത്തെ ആരംഭിക്കുന്നത്, തലപ്പുഴയിൽ ആരംഭിക്കുന്നത്, വയനാട് ആരംഭിക്കുന്നത് 2006 ജനുവരി അവസാനം ഫെബ്രുവരി തൊട്ട് ഞങ്ങൾ അവിടെ വെക്കണം. അപ്പോൾ അവിടെ ഞാൻ അദ്ദേഹം വരുമ്പോൾ ഞാൻ അവിടുത്തെ ശിഷ്യരായതുകൊണ്ടും വികാരിച്ചനായതുകൊണ്ടും വളരെ സന്തോഷത്തോടെ തന്നെ അന്നത്തെ പുള്ളി അദ്ദേഹത്തെ പിതാവിനെ സ്വീകരിച്ചതും അന്നത്തെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതൊക്കെ ഭയങ്കര പക്ഷെ അവിടുത്തെ ആളുകൾ അന്ന് അറിയാൻ പാടില്ല. ജനറൽ എന്ന് പറഞ്ഞാൽ ആരെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു അച്ഛൻ മാത്രമായിട്ട് അറിയാറുള്ളൂ. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ലാളിത്യം കൊണ്ടാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ള അത് നമ്മളോടൊക്കെ സംസാരിക്കുന്നവരോട് അവിടെ. അപ്പോൾ ശരിക്കും ഒരു 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ലിയോ എന്ന പേരിലൊരു മാർപ്പാപ്പ ഉണ്ടാകുന്നത് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഈ ഒരു കോൺസെപ്റ്റ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇതിനെ മാർപ്പാപ്പ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് ടോക്ക് പറഞ്ഞതാണ് സമാധാനം എന്നുള്ള ആശയം. സമാധാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ സിറ്റുവേഷനിൽ സമാധാനം നമുക്ക് ആവശ്യമുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് പഴയ മാർപ്പാപ്പ തുടങ്ങി വെച്ചൊരു കാര്യമാണ് യുദ്ധം എല്ലാ മനുഷ്യർക്കും, സാധാരണ മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇത് തീർച്ചയായിട്ടും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.